പിന്നെ സ്കൈ ബേബിക്ക് 2 മണിക്കൂർ കൂടുമ്പോഴല്ല കേട്ടോ ഫീഡ് ചെയ്യുന്നത്. നിന്നോടാ പറയുന്നത്, നിന്നെ പറ്റി പറയുന്നത്, നിന്റെ പോറ്റാ പറഞ്ഞോണ്ടിരിക്കുന്നത്, മനസ്സിലായോ? ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യോ എന്നെ കൈടിച്ച്. കൂട്ടുകാരെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് സ്കൈ ബേബിന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അവളെ കുളിപ്പിച്ചു കേട്ടോ. കുളിയിലൂടെയാണ് ഒരു ദിവസം അവളുടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ എണീച്ച് ഞാൻ തന്നെ അടുപ്പത്ത് നമ്മുടെ സ്റ്റവിനകത്ത് ചൂടുവെള്ളം വെച്ചിട്ട് അതിനകത്ത് നമ്മുടെ ഷാമ്പു ഇട്ട് കുഞ്ഞിനെ കുളിപ്പിക്കുന്ന ഷാമ്പു ഇല്ല അതായിട്ട് കലക്കിയിട്ട് കുഞ്ഞിനെ അതിനകത്തോട്ട് കുളിപ്പിക്കുക. അപ്പൊ കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് നമ്മൾ ഈ വാഷ് ബേസിന്റെ ഇതിങ്ങനെ തുറന്ന് വെക്കും, എന്നിട്ട് ഈ ഭാഗത്ത് വെച്ചിട്ടാണ് കുളിപ്പിക്കുക. നമ്മൾ കൈ പിടിച്ചിട്ടാണ് കുളിപ്പിക്കുക. അപ്പൊ മൊത്തത്തിൽ ഇപ്പൊ അലങ്കോല ഇരിക്കുക, ഒന്ന് കുളി കഴിഞ്ഞതിന്റെ ഒരു ഇതാണ് കേട്ടോ. അപ്പൊ ഇനി തോർത്തി കഴിഞ്ഞ് പുതിയ ഉപ്പായി ഒക്കെ ഇട്ട് കാണിച്ചാൽ ഇന്ന് നടക്കാൻ പോകുന്നതെന്ന്. അപ്പൊ കൂട്ടുകാരെ, ഞാൻ കുളിയൊക്കെ കഴിച്ചു. ഞാൻ കുളിയല്ല, കുഞ്ഞു ബേബിന്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞാനിനി പാമ്പർ ഇടിപ്പിച്ചു കൊടുത്തു. നമ്മൾ മാമിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാട്ടോ പാമ്പർ ഇടുന്ന. ബാക്കി പാമ്പേഴ്സ് ഇല്ലേ, നമ്മുടെ നാട്ടിലെ പാമ്പേഴ്സ് ഇടുമ്പോ നാട്ടിലെ പാമ്പേഴ്സ് ഇടുമ്പോ അവക്കൊന്നും ഒരു പിടിക്കാത്ത പോലെ എനിക്ക് ഫീൽ തോന്നി. അപ്പൊ നമ്മള് മാമിയന്റെ ആണ് നല്ലതാട്ടോ. പിന്നെ അവീനോ ക്രീം ആണ് ഡോക്ടേഴ്സും പറഞ്ഞ ഈ അവീനോ യൂസ് ചെയ്യാനാട്ടോ പറഞ്ഞേ. അപ്പൊ അവീനോ ക്രീം ഞാനിങ്ങനെ കയ്യില നല്ല കൈ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കാലൊക്കെ നല്ല മസാജ് ചെയ്ത് കൊടുത്ത്, 2 കാല് മസാജ് ചെയ്ത് കൊടുത്ത് ഇപ്പൊ കുഞ്ഞിപ്പൊണ്ണി ഇങ്ങനെ പറഞ്ഞിരിക്കും കേട്ടോ. അപ്പൊ നമ്മളോട് എണ്ണ തേച്ചിട്ടുള്ള മസാജ് ഒഴിവാക്കാൻ പറഞ്ഞു. കാരണം അവർക്ക് ഡ്രൈ സ്കിൻ അല്ല. അപ്പൊ നമ്മുടെ ഇവിടെ ആണെങ്കിൽ കാലാവസ്ഥ ഇങ്ങനെ ഇത്രയും ദിവസം മഴയായിരുന്നു, ഇപ്പൊ പെട്ടെന്ന് വെയിലായി. വെയിലെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ വെയില്, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഡ്രൈ സ്കിന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എണ്ണ പരമാവധി ഒഴിവാക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ എണ്ണ ഒട്ടും തലയിൽ പോലും തേക്കുന്നില്ല. കുഞ്ഞു മക്കളുടെ കാല് എപ്പോഴും നിവർത്താൻ നോക്കണം കേട്ടോ. ഇവരിങ്ങനെ മടക്കി നമ്മുടെ വയറ്റിൽ ഇങ്ങനെയല്ല, ഇങ്ങനെ ഒരു മിനിറ്റ് കുഞ്ഞു ഇങ്ങനെയല്ല ഉണ്ടാവുക ഇരിക്കുന്നത്. അപ്പൊ അവർ കാല് നിവരാൻ വേണ്ടിട്ട് നമ്മൾ എപ്പോഴും മസാജ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ മെല്ലെ ഇങ്ങനെ അധികം ബലം പിടിക്കരുത്, അവള് ബലം പിടിക്കും. അവള് ബലം പിടിക്കും കേട്ടോ. നമ്മൾ തിരുമ്പോ അവള് ബലം പിടിച്ചു. അവളിങ്ങനെ എണീച്ച് വരാനൊക്കെ നോക്കില്ല. ഞാൻ കാലൊക്കെ തിരുമ്പോ കൈയൊക്കെ തിരുമ്മി കൊടുക്കുമ്പോ കൈയൊക്കെ നിവർത്തി കൊടുക്കണം. ആദ്യം നമ്മൾ എണ്ണയൊക്കെ ഇട്ടിട്ടല്ലായിരുന്നു ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ഈ ക്രീം ഇട്ടിട്ട് അങ്ങ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇച്ചിരി ക്രീം പിടിക്കുകയും ചെയ്യും. ശുണ്ടൊരു മണിയാവും, ശുണ്ടൊരു മണി. ഈ മൂക്കൊക്കെ കുഞ്ഞു മൂക്കൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പിച്ച് കൊടുത്ത് പല്ലിങ്ങനെ മോണ പൊന്താന്നിരിക്കും. ഇവിടെ ഇങ്ങനെ മെല്ലെ തള്ളി കൊടുക്കണം എന്നറിയേ. ഇങ്ങനെ മെല്ലെ ആക്കിയൊക്കെ കൊടുക്കും. പിന്നെ അപ്പയ്ക്ക് ഇച്ചിരി താടിയുള്ള പെൺകുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ താട ആക്കി കൊടുക്കും. പിന്നെ കാത് പിടിച്ചെടുക്കണം. കമ്മലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ല എന്താ തട്ടുള്ള കാത് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കാതൊക്കെ ഞാൻ ഇങ്ങനെ നിർത്തി കൊടുത്തു. പിന്നെ പുരുകൊന്നും വരയ്ക്കാറില്ല, നെറ്റിയൊക്കെ മതി. നെറ്റി അധികം കേറണ്ട. അപ്പൊ കുഞ്ഞിപ്പെണ്ണിന്റെ ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് നാട്ടെ പൊന്നു സെറ്റ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ കുഞ്ഞിപ്പെണ്ണിനെ. സ്കൈ ബേബി അപ്പൊ പൊന്നു സെറ്റ് ആയിക്കൊണ്ടിരിക്കുവാനോ രാവിലെ എണീച്ചിട്ട്? ആണോ? പൊന്നെ നമ്മള് ബേബീനെ എടുക്കുമ്പോ ഇങ്ങനെ എടുക്കാൻ സപ്പോർട്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ എടുത്ത് ചുണ്ടടുമണി ആനമ്മന്റെ ചുണ്ടടുമണി. അങ്ങനെ രാവിലെ എണീച്ച് ഗുഡ് മോർണിംഗ് ആയിട്ടോ സ്കൈ ബേബിക്ക്. അപ്പൊ നേരത്തെ കുളിപ്പിച്ചില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് എണീച്ച് പാടെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പാൽ കുടിക്കാനുള്ള ടൈമാവും. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉറങ്ങാനുള്ള ടൈമാവും. അതിന്റെ ഇടയിലുള്ള ഈ ടൈം വേണം നമ്മൾ കുളിപ്പിക്കാൻ. ഇനി അപ്പ കൂടെ കൊടുക്കും. കണ്ടോ, അങ്ങനെ കുറച്ച് വീഡിയോ കിട്ടും കേട്ടോ രാവിലെ എണീച്ചിട്ട്. സ്കൈ ബേബിക്ക് കിടക്കാനുള്ള സ്ഥലം സെറ്റ് ആയിട്ടുണ്ട്. അവിടെ അപ്പയും മോള് ശൃംഗരിക്കും. എന്താണ് ചെയ്തതിന്റെ കൊച്ചിനെ ഞൊള്ളിയോ? നീ ഞൊള്ളിയോ? ഞാൻ കൊച്ചിനെ അമ്മന്റെ പുള്ളേനെ അപ്പൊ പോരു കുത്തി അമ്മന്റെ പുള്ളേനോട് വാടി പൊന്നെ. ഇല്ല വാ എന്ത് കണ്ടോന്ന് കുഞ്ഞു കാശ് നിർത്തിയിട്ടൊന്നുമില്ല. പിന്നെന്താ അതെന്തോ പറ്റിയതാട്ടോ കൂട്ടുകാരെ, എനിക്ക് അത് സംഭവം മനസ്സിലായില്ല. ഉറക്കം വരുന്നുണ്ട്. കുളി കഴിഞ്ഞാൽ ഉറക്കം വരും കുട്ടികളായ. എന്താ പറ്റിയത് എനിക്ക് സംഭവം മനസ്സിലായില്ലാന്ന്. അപ്പൊ കൂട്ടുകാരെ, ഇനിയപ്പോ കുഞ്ഞിനെ ഫീഡ് ചെയ്യാനുള്ള ടൈമാണ്. കുഞ്ഞ് കുളി കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്ത് പിന്നെ കുഞ്ഞ് നടന്ന് ഉറങ്ങും കേട്ടോ. അപ്പൊ അതിന് മുന്നേ പൊന്നുവിന് ഫുഡ് കൊടുക്കണം. ഇതാണ് കേട്ടോ പൊന്നുവിന് ഇന്ന് രാവിലെ കൊടുക്കുന്നത് ഫ്രൂട്ട് ആൻഡ് ഫൈബർ. ഇത് കണ്ടോ, നമ്മളാ ഫ്രൂട്ട് ആൻഡ് ഫൈബർ താണ്ട് ഈ ആൽമണ്ട് മിൽക്ക് കണ്ടോ, ആൽമണ്ട് മിൽക്കുമായിട്ട് മിക്സ് ആക്കിയിട്ട് വാങ്ങിയതാണ്. എനിക്ക് പശു മിൽക്ക് മേടിക്കാൻ
ഇന്നലെ പശു മിൽക്ക് കഴിക്കരുതെന്ന് പറഞ്ഞില്ലായിരുന്നു ഡോക്ടർ. രാവിലെ പൊന്നു ഇനി ഫുഡ് കഴിക്കും, കുഞ്ഞു ബേബി അവിടെ നോക്കിയിരിക്കും. ഈ കുറച്ചു കളിച്ചോണ്ടിരിക്കും. എന്താ അപ്പൊ കൂട്ടുകാർ, ഇന്ന് നമ്മൾ സ്കൈ ബേബിന്റെ ഡേ ഇൻ ലൈഫ് ചെയ്യാൻ കാരണം എന്താ വെച്ചാല് സ്കൈ ബേബിക്ക് ഇന്ന് 3 മാസം പ്രായമായുള്ള കുഞ്ഞുവാവയാട്ടോ നമ്മൾ സ്കൈ ബേബി. ഇന്ന് എന്ത് പെട്ടെന്ന് 3 മാസം പ്രായമായല്ലേ? 3 മാസം 3 മാസത്തിന് 3 ഒന്നൂടെ അങ്ങനെ 3 മാസം പെട്ടെന്ന് പോയിട്ടോ. ഹലോ പെട്ടെന്ന് 3 മാസം 3 മാസം എന്ന് പറയുമ്പോ പെട്ടെന്ന് പടപടേന്ന് പോയി. ഡെലിവറിന്റെ ടൈം തൊട്ട് ഇത്ര നാൾ വരെ നമ്മള് എങ്ങനെയാണ് ജീവിച്ചതെന്നും പക്ഷെ ആ കാലമൊക്കെ പെട്ടെന്ന് പോയിട്ടോ. പെട്ടെന്ന് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു ഈ 3 മാസത്തിൽ, ഒരുപാട് കാര്യങ്ങൾ നടന്നു. അതെ, അപ്പൊ കൂട്ടുകാരെ സ്കൈ ബേബി അങ്ങനെ വർത്താനം പറയാൻ തുടങ്ങി. വർത്താനം വെച്ചാല് മൂളിച്ചൊക്കെ തുടങ്ങി കേട്ടോ. അത് നമ്മുടെ അന്നത്തെ വീഡിയോ കണ്ടില്ലായിരുന്നു, ഷോർട്സിനകത്ത് പൊട്ടി ചിരിക്കാൻ തുടങ്ങി. അങ്ങനെയല്ല അങ്ങനെ. അപ്പൊ ഇപ്പൊ കുളിപ്പിച്ച കാരണം ഇച്ചിരി ഒരു ഉഷാറുണ്ടാവും. അതാണ് ഞാൻ ഇവിടെ ഇങ്ങനെ കിടത്തും. അപ്പൊ കിടന്ന് കയ്യും കാലൊക്കെ ഇട്ട് അടിച്ച് ആക്റ്റീവ് ആവാനുള്ള ഒരു ടൈമാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ കുഞ്ഞിപ്പെണ്ണ ഇവിടെ കണ്ടോ, ഇവിടെ കിടന്ന് വർത്താനൊക്കെ പറഞ്ഞ് പുറത്തേക്ക് വർത്താനം പറഞ്ഞാട്ടോ. ഞാൻ കൊറേ കൂട്ടുകാർ എന്നോട് ചോദിക്കാറുണ്ട് സ്കൈ ബേബി എന്തിയാ ചോദിക്കുമ്പോ അപ്പയും മോളും കളിക്കുമെന്നറിയില്ല. ഇതാട്ടോ കളി. മൂക്ക് പോയി തിന്നാൻ പോ. നീ അങ്ങനെ വെച്ചുണ്ടാക്കുന്നേ? നമ്മള് നേരെ വീട്ടിലേക്ക് വിളിക്കും. വീട്ടിലേക്ക് വിളിച്ചിട്ട് എല്ലാവരെയും കുഞ്ഞു ബേബിനെ കാണിച്ചു കൊടുക്കും. വർത്താനൊക്കെ പറഞ്ഞിരിക്കും കുറച്ചു നേരം. അപ്പത്തേക്ക് എന്റെ ഫുഡ് അടി കഴിയും ഇവിടെ. അപ്പൊ കൂട്ടുകാര് കുഞ്ഞിപ്പെണ്ണ് നാണ്ട് ഉറങ്ങി എണീച്ചു. പൊന്നു നാണ്ട് അവിടെ ഇരുന്നിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് കേട്ടോ. കറിയൊക്കെ അരിയുന്നുണ്ട്. ക്യാരറ്റ് കറി ഉണ്ടാക്കാൻ, അതേ ഉദ്ദേശിച്ച കറി വെക്കാൻ വേണ്ടിട്ട് ക്യാരറ്റ് അരിയുന്നുണ്ട്. ഇന്ന് പൊന്നു കേട്ടോ കറി വെക്കുന്ന കൂട്ടുകാരെ. കുഞ്ഞിപ്പെണ്ണിന്റെ ബർത്ത്ഡേ അല്ലേ 3 മാസത്തെ. അപ്പൊ അതുകൊണ്ട് പൊന്നു ബാക്കി എല്ലാ ദിവസം ഞാനവിടെ വെക്കാറ്. പുറത്താണ് നല്ല മഴയുണ്ട് കൂട്ടുകാരെ, നിങ്ങൾ കാണുന്നുണ്ടോ? പുറത്ത് നല്ല മഴയുണ്ട്, മഴ ചാറുന്നുണ്ട്, നല്ല മഴയുണ്ടല്ല. ചോറും കുത്തരിച്ചോറും സാമ്പാറും തോരനും. അപ്പൊ അതാണ് ഇന്നത്തെ ഫുഡ് അല്ലേപ്പാ? ഇവിടുത്തെ മത്തൻ കണ്ടോ കൂട്ടുകാര്? മത്തനാന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ മത്തനാന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. എന്താ സംഭവം ഒന്നും അറിയത്തില്ല, പേരൊന്നും ഇല്ലായിരുന്നു അവിടെ. അയ്യോ മത്തനല്ല കുഞ്ഞത്, മത്തന്റെ വകഭേദമാണെന്ന് തോന്നുന്നു. വെള്ള മത്തനോ? ഞാൻ മത്തൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെ കുമ്പളങ്ങ പോലെ ഇരിക്കുന്ന മത്തനാ. കുമ്പളങ്ങ ഇങ്ങനെ ഇരിക്കില്ലേ? അല്ലേ അങ്ങനത്തെ അല്ലേ? അപ്പൊ നമുക്ക് ഒരു കഷ്ണം സാമ്പാറിലിടാം, ബാക്കി മെഴുക്ക് വരട്ടി വെക്കാം. മെഴുക്ക് വരട്ടാനാ? മെഴുക്ക് വരട്ടിയത് മതി നിനക്ക്? നീ 3 മാസം പ്രായത്തിലെ കുഞ്ഞുവാവി അതുകൊണ്ടാ ചോദിക്കണേ, മെഴുക്ക് വരട്ടി മതിയോ? അപ്പേ അതവിടെ വായില് കൈയിടല്ലേ ചന്ദ്രി, വായില് കൈയിടല്ലേ ഒരു മൊന്ന. കുഞ്ഞു നോക്കിയിട്ട് കുഞ്ഞിനെ കണ്ടുപിടിച്ചോട്ടോ വെച്ച്. അപ്പൊ കൂട്ടുകാരെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല സാമ്പാറും നല്ല തോരനൊക്കെ കൂട്ടിയിട്ടാണ്. തോരൻ കണ്ടോ? ഞങ്ങള് മറ്റേ എന്താണ് ക്യാബേജും ഉരുളക്കിഴങ്ങും കൂടിയിട്ടാണ് തോരനാക്കിയത്. അപ്പൊ ക്യാബേജും ഉരുളക്കിഴങ്ങും വെച്ച് തോരൻ വെച്ചോക്കാത്തവരൊന്ന് വെച്ചോക്കണം കേട്ടോ. കൂർക്കേന്റെ രുചി കേട്ടോ, കൂർക്ക തോരനില്ല അതിന്റെ രുചി കേട്ടോ. അതിന് നല്ല അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വേറൊന്നും ഇട്ടിട്ടില്ല. ക്യാബേജും ഉരുളക്കിഴങ്ങും എണ്ണയും കടുകും സവോളയും വെളുത്തുള്ളി. ഇത്ര നേരം ഉറക്കത്തിലായിരുന്നു പെണ്ണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും പെണ്ണ് നൈസിനെ എണീച്ചിട്ട് കരയാൻ തുടങ്ങി. പെണ്ണിനെ കിടക്കാൻ സ്ഥലം ഒരുക്കിയത് ഇവിടെ. പെണ്ണിനെ അവിടെയാണ് കടത്തിയത്. അങ്ങനെയാണ് കടത്തിയത്. കറങ്ങി കറങ്ങിയാണ്ടോ ക്ലോക്ക് കറങ്ങുന്ന പോലെ കടന്ന് കറങ്ങും. ഇപ്പൊ കിടത്തിയടുത്തൊന്നും കിടക്കൂല, കറങ്ങിക്കൊണ്ടിരിക്കും. പോകും. നമുക്ക് കിടക്കാൻ സ്ഥലമില്ല. സ്കൈ നിന്നോടാ പറയുന്നത്, നിന്നെ പറ്റി പറയുന്നത്, നിന്റെ കുറ്റ പറഞ്ഞോണ്ടിരിക്കുന്നത്, മനസ്സിലായോ? കുറ്റോ നല്ലതി. ഞാൻ വലുതായ പിന്നെ എങ്ങനെയാണല്ലേ?
അവിടെ 3 മാസമാകുമ്പോ ഞാൻ അങ്ങനെയൊക്കെ കാണിക്കും. ഞാൻ എവിടെയാ കിടത്തിയേ? ചിരിച്ചു മയക്കൊന്നും വേണ്ട. ഞാൻ എവിടെയാ കിടത്തിയെന്ന്? ഇവിടെ കിടത്തിയ കൊച്ചിനെ ഇവിടെ എങ്ങനെ എത്തി? നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിച്ച ഒരു സ്ഥലത്ത് കിടത്തും? പറയേ. കരയണോ ചിരിക്കണോന്ന് അറിയുന്നില്ല കേട്ടോ. കൺഫ്യൂഷൻ ആയിപ്പോ ഇതെന്താ പറയുന്നതെന്ന്. ചുണ്ടൊക്കെ ഇങ്ങനെ വിതുമ്പി വരുവേ, എന്നിട്ട് ചിരിച്ചു കാണിക്കും. ഞാൻ ചിരിക്കാത്ത കാരണം എന്താ? കുറുമ്പാണോ? വഴക്ക് പറയണ അമ്മ? മുതലക്കുളത്തിലോ? ഇനി അപ്പൊ അടുത്ത ഫീഡിങ്ങുള്ള ടൈമായി. ഇനിയിപ്പോ സ്കൈ ബേബി പിന്നെയും പാല് കുടിക്കും, എന്നിട്ട് പിന്നെയും കിടന്നുറങ്ങും കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ റെസ്റ്റ് എടുക്കും കേട്ടോ. റെസ്റ്റ് കഴിച്ചാൽ കിടന്ന് ഉറങ്ങും കുറച്ചു നേരം. അപ്പൊ നീ എന്താ ചുമ്മാ നോക്കിയിരിക്കുവോ? 3 പേര് കിടന്നുറങ്ങും. ഇവളാദ്യം കൂർക്കം വലിച്ച് ഉറങ്ങുക. കുറച്ചേരം കഴിയുമ്പോ കുറുന്ന് വെച്ച് കേൾക്കാം. പന്നി അറിയുന്ന പോലെ പൊന്നു കൂർക്കം വലിക്കും. ഞാൻ കൂർക്കം വലിക്കുന്നില്ല. എന്നെ തല തൊട്ട് സത്യം വെക്ക്, തല തൊട്ട് സത്യം വെക്ക്. എന്നാ സത്യം പറ, ആരെ കൂർക്കം വലിക്കുന്നത്? അപ്പൊ ഞങ്ങൾ 3 പേരുടെ കിടന്നുറങ്ങും കേട്ടോ. ഇനി കൂട്ടുകാരെ, നിങ്ങളോട് ഞാൻ കാര്യം പറയട്ടെ. നിങ്ങൾ എപ്പോഴും എന്നെ ഉടായിപ്പാന്ന് പറഞ്ഞില്ലേ? കഴിഞ്ഞ ദിവസം ഇത് കളിച്ചില്ലേ നമ്മള്, പണിഷ്മെന്റ്. എന്റെ പൊന്നെ, ആരോ അങ്ങനെ കമന്റ് ചെയ്തു, എന്താണ് പൊന്നു ഉടായിപ്പാണല്ലോ. അതിന് എന്റെ പൊന്നെ ഇവ കാണുന്നിട്ട് എന്തൊരു സങ്കടമാണോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോ എന്റെ കൂട്ടുകാരെ, നമ്മള് കൊടുത്ത ഇഞ്ചിയും ഇത് വെളുത്തുള്ളിയൊക്കെ ചവച്ചരച്ച് കഴിക്കണം എന്ന് പറഞ്ഞില്ലേ, എല്ലാം ഇങ്ങനെ കൊടിച്ച് തുപ്പിട്ട് ഇപ്പറ വശത്ത് കൂടെ തുപ്പി അവൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ എടുത്തു എണീച്ച് കഴിഞ്ഞാലല്ലേ അവിടെ നിന്ന് കണ്ടുപിടിച്ചേ. ഇവന്റെ അത്ര ഉടായിപ്പൊന്നും എന്റെ കയ്യിലില്ല, ഞാനെല്ലാം തിന്നേ. സത്യം പറ, സത്യം പറ, തലയെ തൊട്ട് സത്യം പറ. ഇപ്പൊ 2 പിള്ളേരെ ഞാൻ ഉറക്കട്ടെ കേട്ടോ. ഈ പൊന്നാരെ ആടെ ഉറക്കും, എനിക്ക് ഈ പൊന്നാരെ ഉറക്കും. എന്നെ ആരും ഉറക്കൊന്നുമില്ല കേട്ടോ. ഞാൻ തന്നെ കിടന്നുറങ്ങും. ഇവളും തന്നെ കിടന്നുറങ്ങും. എന്നെ ഉറക്കുന്നത് ഞാൻ ഇവനൊന്നും ഉറക്കത്തൊന്നുമില്ല. ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കും. നീയല്ലേ പറഞ്ഞ നീ ഉറക്കുന്ന്? ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കുമ്പോഴത്തേക്ക് ഇച്ച ഉറങ്ങിയിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കൂട്ടുകാർക്കുള്ള കമന്റിന് റിപ്ലൈ തരും. ഇതാണ് എന്റെ കമന്റിന് റിപ്ലൈ തരാനുള്ള ടൈം. സ്കൈ ബേബിന്റെ റൊട്ടീനാണ് ഇന്ന്. സ്കൈ ബേബിന്റെ ഡേ ഇൻ ലൈഫാണ്. അപ്പൊ സ്കൈ ബേബിന്റെ കാര്യമാണ്. സ്കൈ ബേബിന് ഉറങ്ങാൻ പോവാണേ. ടാറ്റ പറ സ്കൈ ബേബി. സ്കൈ ബേബിനെ പാപ്പി കുടിക്കും. അതേപോലെ ഞാൻ സ്കൈ ബേബിക്ക് 2 മണിക്കൂർ കൂടുമ്പോഴല്ല കേട്ടോ ഫീഡ് ചെയ്യുന്നത്. എന്താ പറയാ, ഒരു 2 മണിക്കൂർ തന്നെ ഒരു 4-5 പ്രാവശ്യം ഫീഡ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ എണീക്കുമ്പോ അവളുടെ അടുത്ത് നിന്ന് ഞാനിങ്ങനെ മാറുമ്പത്തേക്ക് അവള് എണീക്കും. അപ്പൊ പിന്നെ അപ്പം ഫീഡ് ചെയ്യും. അങ്ങനെ ഫീഡ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഇനി ഉറങ്ങാൻ ടൈം കൂട്ടുകാരെ. ബൈ ബൈ. എന്റെ കൂട്ടുകാരെ, ഉറക്കൊക്കെ കഴിഞ്ഞ് എണീച്ചോ. സ്കൈ ബേബി ഉറക്കം കഴിഞ്ഞ് എണീച്ചു. ഉറക്കൊക്കെ കഴിഞ്ഞ് എണീച്ചിട്ട് മേലൊക്കെ കഴുകിയിട്ട് താണ്ടെ വീണ്ടും ഉടുപ്പായൊക്കെ, പക്ഷേ ഉപ്പായി മാറ്റുവാണേ. ഉപ്പായി മാറ്റിയിട്ട് കൈ ഇങ്ങനെ വെച്ചെടുത്താൽ അത് തന്നെ കയറ്റിക്കൊണ്ട് വെക്കോളൂ. അപ്പൊ ഈ വൈകുന്നേരത്തെ ഉറക്കം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെയും മേല് കഴുകി ഒരു 5:30 ആവുമ്പോ മേലൊക്കെ കഴുകി. 3 മാസം ടൈമിൽ ഈ ഒരു ഏജിലൊക്കെ വെച്ചാൽ പിള്ളേർ മിക്ക ടൈമിൽ ഉറക്കമായിരിക്കണം. കുഞ്ഞുങ്ങൾ ആ സമയത്തല്ലേ ഗ്രോ ചെയ്യുന്ന ടൈമും. അതുപോലെ തന്നെ അവർക്ക് കറക്റ്റ് ടൈമിൽ ഫുഡ് കൊടുക്കുക, ഫീഡ് ചെയ്യുക, എന്നിട്ട് കുളിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് ഉറങ്ങുക. ഇത്രേ ഉള്ളൂ. എന്താ പറഞ്ഞില്ലേ? ഞാനാണ്. ഞാൻ ഫീഡ് ചെയ്യുന്ന ഞാനല്ല, ഇവിടെ ഫീഡ് ചെയ്യും. ഞാൻ കുഞ്ഞിനെ ബാക്കിയല്ല ഞാൻ നോക്കുന്നേ. നീ നോക്കുന്നതിന്റെ ഞങ്ങൾ 2 പേരോടെ നോക്കട്ടെ. ഇപ്പൊ ഞങ്ങൾ 2 പേരും കൂടെ തുള്ളി ഇവിടെ ഇരുന്ന് ചാടി കളിച്ചോളൂ. ഇനി വയറ് നിറഞ്ഞു, കുളി കഴിഞ്ഞു, ഇനി ഉഷാറായി. ഇനി കുറച്ച് നേരം ചാടി കളിക്കോട്ടെ, കുതിര ചാടുന്ന പോലെ. നമ്മൾ ഇവിടെ കിടത്തും, എന്നിട്ട് ഇതൊക്കെ മാറ്റി കൊടുക്കും. എന്നിട്ട് നിരങ്ങി അങ്ങനെ പോയിക്കോളും. ഇപ്പൊ അവിടെ അങ്ങനെയല്ല കിടക്കുന്നത്. കുറച്ച് നേരം കഴിയുമ്പോൾ നോക്കി ഇങ്ങനെ കറങ്ങി ഇവിടെ എത്തും. അല്ലേ സ്കൈ ബേബി? ഫീഡിങ് കഴിഞ്ഞിട്ടുണ്ടെ ഇച്ചാട്ടോ ബർപ്പ് ചെയ്യപ്പം. ബർപ്പ് ചെയ്തിട്ട് ഗ്യാസ് കളയാൻ വേണ്ടി ബർപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നെഞ്ചോടി ചേർത്ത് കിടത്തിയേക്കും കേട്ടോ. കുറച്ച് നേരമായി പുറത്തേക്ക് ഇങ്ങനെ പുറത്ത് കിടക്കുന്നു. അപ്പം കുറച്ച് നേരം
നെഞ്ചോട് ചേർന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ കുഞ്ഞ് കുറച്ച് കാമാവും കേട്ടോ. അപ്പോൾ ഗ്യാസൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ സാധാരണ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ പുറത്ത് കുഞ്ഞിനെ കൊണ്ട് പോവും. കുഞ്ഞിൻ്റെ സ്ട്രോളിക്കകത്ത് ഇരുത്തിയിട്ട് കുഞ്ഞിനെ കൊണ്ട് നടത്തിക്കാനോ അല്ലെങ്കിൽ പുറത്ത് നമ്മൾ പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പുറത്ത് പോവും സാധാരണ. വെയിൽ കൊള്ളിക്കാൻ കാറ്റ് കൊള്ളിക്കാനൊക്കെ ഇറങ്ങുമായിരുന്നു. പക്ഷെ ഇന്ന് ഭയങ്കര മഴയാണ് കേട്ടോ. ഇന്ന് മഴയും മൊത്തം മൂടിയ കാലാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് പുറത്ത് പോയിട്ടില്ല. നമ്മളിന്ന് ക്യാരവാൻ്റെ ഉള്ളിൽ തന്നെയാണ് കൂട്ടുകാരെ. ഇന്ന് ഫുൾ ഡേ ക്യാരവാൻ്റെ ഉള്ളിൽ തന്നെ. ഇന്ന് ഫുൾ ഡേ നമ്മൾ ക്യാരവാൻ്റെ ഉള്ളിലല്ലേ ഇപ്പാ? അതാണ് ഇഷ്ടപ്പെട്ടത്. അതാവും ചുമ്മാ തന്നെ വാങ്ങിയാൽ മതിയല്ലോ അല്ലേ? സ്റ്റിച്ച് വേദനിക്കുന്ന പറഞ്ഞ ഇച്ച തന്നെയാട്ടോ ഇപ്പൊ ബർത്ത് ചെയ്യാ. അവളുടെ കാലിന് ഇച്ചിരി നീട്ടം വെച്ചോ ഒരിഞ്ഞ ചവിട്ട. അതിന്റെ ഇടയിൽ ചിരി വന്നാ. കൂട്ടുകാരെ, ഇവിടെ രാത്രി 8 മണിയായിട്ട് ഇപ്പൊ സമയം 8 മണിയായി. നിങ്ങൾക്ക് അറിയാലോ വെളിച്ചത്തിന്റെ കാര്യം. സമ്മർ സീസൺ ആയതുകൊണ്ട് ഇവിടെ ഇപ്പൊ ഇങ്ങനെയാണ്. 8 മണി ആയത് ഈ വെളിച്ചം ഉണ്ടാവും. കുറച്ച് നേരം ഇവിടെ കഴിയുമ്പോൾ ഇനിയിപ്പോ സന്ധ്യയാവും, ഇരുട്ടാവും. ഇനി അപ്പയും മോളും കൂടി ഇങ്ങനെ കുറെ നേരം കളിച്ചുകൊണ്ടിരിക്കും. കണമണ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ കളിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പൊന്നുവിന്റെ ഏട്ട കൂടം. പൊന്നു പിന്നെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും കുറച്ചു നേരം. കുഞ്ഞുങ്ങളെ നമ്മുടെ നെഞ്ചോട് കുറെ നേരം കിടത്തുന്നത് എപ്പോഴും നല്ലതാട്ടോ. അവർക്ക് നമ്മളുടെ ഹാർട്ട് ബീറ്റ് കേട്ടല്ലേ നെഞ്ചിൽ വയറ്റിൽ കിടന്നുകൊണ്ടിരുന്നേ. അപ്പൊ അവർക്ക് പുറത്തിറങ്ങിയിട്ടും ആ ഒരു ഹാർട്ട് ബീറ്റ് കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷവും സമാധാനമായിരിക്കും. കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മൾ നെഞ്ചോട് അങ്ങനെ കേട്ടോ. അവളെ വേഗം എന്റെ മേത്ത് ഇങ്ങനെ കിടത്തിയിട്ടുണ്ടെങ്കിൽ വേഗം കരച്ചിൽ വെക്കും. അതാണ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ പെട്ടെന്ന് കരച്ചു നിർത്തുന്നതിനുള്ള കാരണം അതാട്ടോ. ഹാർട്ട് ബീറ്റ് കേൾക്കുമ്പോൾ നമ്മളെ ഹാർട്ട് ബീറ്റ് കേൾക്കുമ്പോഴാണ് കരച്ചു നിൽക്കുന്നത്. ഇനിയിപ്പോ പെണ്ണിനെ കിടത്താനൊന്നും പറ്റില്ല കേട്ടോ. പൊരിഞ്ഞ ചവിട്ടും തൊഴി ആദ്യം ഉണ്ടായ പോലെയാന്ന്. അവിടെ ഇങ്ങനെ കിടത്തിയ പാവം ഒട്ടി പിടിച്ചിങ്ങനെ കിടക്കുമായിരുന്നു. കണ്ടോ ഇപ്പൊ കൈ കൊണ്ട് അടിക്കാൻ നോക്കണു, ഇടിക്കാൻ നോക്കണു, ചവിട്ട് തോഴി. അതിന്റെ ഇടയിൽ പല്ലൂടെ വന്ന കടിയും തുടങ്ങും. ഞാൻ വർത്താനം പറയുന്നതും കൂടെ കേട്ടിട്ടുണ്ടായിരുന്നു. തിരിഞ്ഞിരിഞ്ഞു നോക്കും ഞാൻ അവിടെ. അപ്പൊ കൂട്ടുകാരെ, രാത്രി 10 മണിയായിട്ട സമയം. അപ്പൊ രാത്രി കിടന്ന് ഉറങ്ങാൻ സമയമായിട്ടുണ്ട്. ഇനിയിപ്പോ സ്കൈ ബേബി നല്ല കിടന്ന് ഉറങ്ങാൻ തുടങ്ങും. സ്കൈ ബേബി ഇപ്പൊ എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കീ 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 എന്നൊക്കെ വെച്ചുണ്ടാക്കുന്നുണ്ട്. കിടക്കുന്നുണ്ടോ? ഇതിനെ പറ്റി പറയുന്നേ? ഉറങ്ങാൻ സമയായില്ലേ? അപ്പൊ ഉറങ്ങാൻ സമയം കൂട്ടുകാരെ. അപ്പൊ സ്കൈ ബേബിന്റെ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ്. നിങ്ങളെല്ലാം കണ്ടല്ലോ, രാവിലെ തൊട്ട് രാത്രി വരെ ഇത്ര തന്നെയാണ്. ഫുൾ ടൈം റെസ്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് പുറത്തു പോകാനും പറ്റിയില്ല. എവിടെ പുറത്ത് നടക്കാൻ കൊണ്ടുപോകാനോ ഒന്നിനും പറ്റിയില്ല കൂട്ടുകാരെ. ഈ കുഞ്ഞു മക്കള് വായിൽ ഇങ്ങനെ കൈയിടില്ലേ, അത് നല്ലതാണ്. അത് നമ്മൾ തടയരുത്. പക്ഷെ അത് കുത്തി ഇങ്ങനെ കയറ്റി ഓക്കാനിക്കുമ്പോ എന്ത് ചെയ്യണം? നല്ല തടഞ്ഞു. അമ്മന്റെ അപ്പന്റെ ടക്കരുമുട്ടിന് 3 മാസമായി. അപ്പൊ കൂട്ടുകാരെ, അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. മറ്റു വിശേഷങ്ങൾ നാളെ കാണാം. ഓക്കേ.